ഇത് ക്യാമറയൊക്കെ വെച്ചെടുക്കുമ്പോ ഇത് ചെറിയ പേടി. എന്റെ അടുത്ത് ആ പേടിയൊന്നുമില്ല. അത് 20-25 ഷോട്ടൊക്കെ എടുത്ത് കളയും ഒരെണ്ണം. അതേ പണി. കഴിഞ്ഞ ദിവസമാണല്ലേ അതൊരു ചെറിയൊരു രഹസ്യമുള്ളത്. അതെന്ത് രഹസ്യമാ? അമ്മേ അപ്പൂപ്പനെന്തേ? അത് എന്റെ കെട്ടിയാനാണെന്നാണ് എല്ലാവരും ചോദിക്കണത്. ചിലർക്ക് മനസ്സിലാവണില്ല. ഞാൻ മീൻ കച്ചവടത്തിന് പോകും. അമ്മയാണ് ഞങ്ങളെ നോക്കണത്. എന്റെ മോനുണ്ട് മൂത്തവൻ, അവനും കുഴപ്പമില്ല, അവനും നോക്കോട്ടെ. നിങ്ങൾ ഇത്രയും യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇത്രയും വ്യൂ ഒക്കെ ഉള്ളവര് ഇതിന് കച്ചവടത്തിന് തന്നെ മീൻ്റെ എന്നോട് കച്ചവടം ചോദിക്കണം. അങ്ങനെയാണ് എല്ലാവരും ചോദിക്കണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ വയ്യാഴികയും വെച്ച് പോകും. ചില പെണ്ണുങ്ങളൊക്കെ എവിടെയൊക്കെ വെൽ ഡ്രസ്സിൽ പോണിരിക്കുള്ളൂ. നമുക്ക് സീറ്റിലാണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ ചെന്നൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ മീനിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് പോകുമ്പോ അവരുടെ മുമ്പിൽ അമ്മനെ ഒന്ന് പൊക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്ന് സിനിമയിൽ എത്തണമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ മാറ്റി. അമ്മ വഴി അമ്മ വഴി വല്ലതും കിട്ടിയാ കിട്ടി. ഇയാളുടെ വീട് ഇവിടെ അടുത്താണോ? എന്റെ വീട് നടന്നു നടന്നിങ്ങി വന്നതാണോ? ഇന്റർ കസ്റ്റം അത് ഇതുവരെ വീഡിയോ വഴി അറിയിച്ചിട്ടില്ല. നാടകം കളിച്ച് അവസാനം ഇതിവിടെ എത്തി. തട്ട് പൊളിക്കുന്നതിന് മുമ്പ്. അപ്പൊ ചെറുതിലെ കളിച്ച നാടകമാണ്. നിനക്ക് ഇതെങ്ങനെ പറ്റിയെന്നാണ് ചോദിക്കണത്. നിനക്ക് എങ്ങനെ പറ്റിയെന്നോ നിനക്ക് എന്ത് പറ്റിയെന്നാണോ ചോദിക്കുന്നത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബിലെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഫാമിലി പാക്ക്. നമസ്കാരം. പേര് ചോദിക്കുന്നത് അമ്മച്ചിയുടെ പേരെങ്ങനെയാ? കുമാരി. കുമാരി അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്നറിയില്ല, അമ്മ ആക്ട് ചെയ്യുന്നല്ല, എന്റെയൊക്കെ അമ്മ വഴക്കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എപ്പോഴെങ്കിലും എടാ അതങ്ങനെ അല്ലടാ, അവർക്ക് എക്സ്പ്രഷന്റെ ആവശ്യമില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ അമ്മമാര് വീട്ടില് കാണിക്കണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ക്യാമറ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കണ്ട. ഇവിടെ നടക്കണ എന്താണ് അത് തന്നെ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുമ്പോ ക്യാമറ വരുന്നോണ്ട് അത് ഇവിടെ അഭിനയിക്കുന്നതിന്റെ പകുതി അഭിനയിക്കുന്നുള്ളായിരിക്കും അല്ലേ? അത് ക്യാമറ ഉണ്ടല്ലോ, നാട്ടുകാർ കാണുമല്ലോ. എന്താ പേര്? ബെനീറ്റ. 6 മാസം. കഴിഞ്ഞ ദിവസമാണല്ലേ റിവീൽ ചെയ്ത്? എന്ത് പറ്റി? എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന കേട്ടു. സ്കാനിങ് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇത്. പിന്നെ അതൊരു ചെറിയൊരു രഹസ്യമുള്ളത്. അതെന്ത് രഹസ്യമാ? അതെന്ത് രഹസ്യ? സൂപ്പർ. അമ്മച്ചി ഒറ്റ അടയാളമേ കാണിച്ചിട്ടുള്ളൂ, ഞാൻ അടയാളം കാണിക്കുന്നുള്ളൂ. ഓക്കെ, അത് നല്ല കാര്യം. ഭയങ്കര സന്തോഷമുണ്ടല്ലോ. അമ്മച്ചി നല്ല സന്തോഷത്തോടെ പറ അമ്മച്ചീന്. ഇയാളുടെ പേരെങ്ങനെയാ? അഖിൽ. അഖിൽ. പക്ഷെ ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മ ഒരു വേറൊരു ഇത് ക്യൂആൻഡ് ചാനൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെ പേരാരെടുത്തും പറഞ്ഞില്ല. എല്ലാവരും ചോദിക്കും ചേട്ടൻ ചേച്ചി അമ്മ എന്ന് മാത്രം പറഞ്ഞു. അമ്മയുടെ പേര് മാത്രം ഞാൻ കുമാരി അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അറിയാം. വിളിക്കണ കുമാരി അമ്മ. അമ്മേ, ഇതിപ്പോ ഒരു നാട്ടിൻപുറമാണ്. ഇതിപ്പോ ശരിക്കും ഞാൻ നിൽക്കുന്നത് കൊടുങ്ങല്ലൂര് മുനമ്പം ആ ഭാഗത്താണ്. അപ്പൊ ഈ നാട്ടിൻപുറത്ത് അമ്മയൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോ ഈ അയൽക്കൂട്ടവും അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ എന്നെ പറയുന്ന അമ്മയോട് അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയണം. അവരോട് പെരുമാറുന്ന പോലെ തന്നെ. മറ്റേ അത് ക്യാമറയിൽ നിങ്ങൾ ഒപ്പിയെടുക്കുന്നു, മറ്റുള്ളവരുടെ മുഖത്തൊന്നും ചൂടാവണത് അതൊന്നുമില്ല. ചൂടല്ല, കൂളാണ് ആള്. ഭയങ്കര ആര് വന്നു കഴിഞ്ഞാലും വർത്താനം വിടൂല. ഇവിടെ വന്നാലും വെള്ളോ എങ്ങനെയൊക്കെ തിന്നാനായി കൊടുത്ത് ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് വെള്ളം കിട്ടി പറഞ്ഞല്ല അത്. അമ്മ എന്താ ഇങ്ങനെ ഭയങ്കര എന്റെ മറ്റേ ആക്ടിങ്ങിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അമ്മ ഇപ്പൊ ഭയങ്കര ഇതാണ് സ്ഥായി ഭാവം. പക്ഷെ വീഡിയോക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് നിൽക്കുന്നതാണല്ലേ. കുറച്ചുകൂടെ എനർജി ആക്കണേ. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോന്നുള്ള പേടിയുണ്ട്. നോർമലായിട്ട് സംസാരിക്കും. ഇത് ക്യാമറയൊക്കെ വെച്ചെടുക്കുമ്പോ ഒരു ചെറിയ പേടി. എന്റെ അടുത്ത് ആ പേടിയൊന്നുമില്ല. അത് ഞാൻ പിന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ ചെറിയൊരു ഇതാണ്. ഒരു സംഭവം ഞാൻ ഉദ്ദേശിക്കണത് ക്യാമറയിൽ കിട്ടണം.
കിട്ടണ ഞാൻ ഷോട്ട് എടുപ്പിച്ചു വേണമെങ്കിൽ 20-25 ഷോട്ടൊക്കെ എടുത്ത് കളയും ഒരെണ്ണം. അയ്യോ അത് കിട്ടണ കാല് വരെ വായിക്കാം യൂറിക് ആസിഡ് ഉള്ളതുകൊണ്ട് ഈ സെല്ലോ ടൈപ്പിൽ അങ്ങനെയല്ല കേട്ടാ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അത് വേറൊരു ചാനൽ. അപ്പൊ അത് ഓക്കെ എന്ന് പറയും. ഓക്കെ. പക്ഷെ ഇവന് പണിയറിയില്ല. അതേ പണി. അതുകൊണ്ടാണ് വൈറലാക്കി ഞാനിങ്ങനെ വെച്ചേക്കണ. ഭയങ്കര ഫാൻസ് കൂടുതലാണല്ലേ? അമ്മക്കാണ് അമ്മക്കാണ് പുറത്തിറങ്ങിയപ്പോ ഞങ്ങളോടായാലും അമ്മനെ പറ്റി ചോദിക്കുള്ളൂ, ഞങ്ങളൊന്നും വേണ്ട. അറിയാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഇട്ട് കുറെ ആൾക്ക് മുമ്പാണ്. അതിട്ടപ്പോ ഞങ്ങൾക്ക് കിട്ടി നല്ലോണം. നിങ്ങൾ ആർക്കുള്ളത് അമ്മ പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഒന്നിച്ചുള്ളൊരു അങ്ങനെ നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. അമ്മ അച്ഛനാണെങ്കിൽ ഇതേ പുറകിൽ, നമ്മുടെ വീഡിയോയുടെ പുറകിൽ ഇതേ കണ്ടോ ചാരി ഇരിക്കുക. നിങ്ങൾ എന്താ അച്ഛനെ കൂട്ടാത്ത വീഡിയോയിൽ? അയ്യോ അത് വന്ന് ഇവിടെ അതല്ല. അത് ഭയങ്കര മടിയാണ്. മടിയാണ്. എന്ത് പറ്റി? അത് എന്താണ്, മുമ്പ് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്, ഈ അമ്പലത്തില് 3-4 നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര മടിയാണ്. അമ്മ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? എങ്ങും പോയിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയില് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ, അല്ലാണ്ട് ആർക്കും അറിയില്ല. അമ്മ അപ്പൂപ്പൻ എന്ത് ചെയ്യും? ഒരു അപ്പൂപ്പൻ കോസ്റ്റ്യൂം എന്താണ് നിങ്ങൾ? അത് എന്റെ കെട്ടിയാനാണെന്നാണ് എല്ലാവരും ചോദിക്കണത്. മനസ്സിലാവണില്ല അതെന്താ ഇത്രയും പൗഡർ വാരി പൊത്തി വന്നിട്ട് മനസ്സിലാവില്ല. പറഞ്ഞിട്ടല്ല ചിലപ്പോ അവര് ഒരു 2 റോളിൽ വരുമ്പോ ഒരു എഡിറ്റിംഗിൽ വരുമ്പോ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണ്. പക്ഷെ അത് അല്ല, എന്താ അതിനകത്ത് ഉപയോഗിക്കുന്ന പൗഡറോ? എന്റെ പൗഡർ മൊത്തം 10 രൂപയുടെ എന്റെ പൗഡർ മൊത്തം തീർത്ത്. അതാ ഞാൻ പൗഡർ കൊടുക്കാണ്ടായപ്പോ 10 രൂപയുടെ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മറ്റേ കുഴച്ച് തേക്കോ? വെള്ളത്തില് മിക്സ്. അപ്പൊ അതെങ്ങനെ ആദ്യത്തെ അപ്പൂപ്പന്റെ റോൾ എടുത്തിട്ടാണ്? എന്റെ ഫുള്ള് കംപ്ലീറ്റ് തീർക്കും. അപ്പൂപ്പന്റെ എടുക്കുള്ളൂ. ലാസ്റ്റ് ആണ് പുള്ളി വന്നത്. അതാണ് അങ്ങനെ. അപ്പൊ അമ്മ ആ ഡയലോഗ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അവിടെ ആളുണ്ടതായിട്ട് തന്നെ? അല്ല, അപ്പൂപ്പൻ വരുമ്പോ അമ്മയും രണ്ടുപേരും ചിലപ്പോ അങ്ങനെ ഒരുമിച്ച് എടുക്കും. അല്ലെങ്കിൽ അമ്മയുടെ മൊത്തം ഷൂട്ട് കഴിഞ്ഞിട്ട് ആളുടെ മാത്രം അവസാനം എടുക്കും. ആ നേരത്ത് പറയുമ്പോ ഉള്ള റിപ്ലൈ കേൾക്കാൻ വേണ്ടി അവിടെ ഒരു പോയിന്റ് ഇടണം. അവിടെ നോക്കിക്കോളും. അവിടെയാണ് അപ്പൂപ്പനുള്ളത്. പോയിന്റ് ഒക്കെ ഇട്ട് വെച്ചു. പോയിന്റിലാണ് അപ്പൂപ്പന്റെ ഗേൾഫ്രണ്ടിന്റെ വീട് ഇതായിട്ട് കാണിച്ചേക്കണം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. പുള്ളി സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നു, സ്നേഹം കൂടെ ഇമ്പോർട്ട് ചെയ്യും. എല്ലാരും ചോദിക്കാറുണ്ട് ശാന്തനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരു ക്യാരക്ടർ ഉണ്ട് ഞങ്ങളുടെ സെല്ലോ ടേപ്പില്, ശ്രീത്ത് എന്ന് പറഞ്ഞത്. പുള്ളിനെ ഞാൻ ശാന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ നല്ലൊരു കഥ കിട്ടിയാലല്ലേ സ്പേസ്, അതൊരു നല്ലൊരു കഥ കിട്ടണം. എന്നിട്ടൊരു ഇത് കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങള് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ ചാനൽ ഞാൻ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം. അത് ഫാമിലി പാക്ക് എന്ന് പറഞ്ഞ ചാനലാണ്. 2.0 എന്ന് പറഞ്ഞത് എനിക്ക് കഴിഞ്ഞ നവംബറിൽ 1 കൊല്ലം കഴിഞ്ഞു. ആക്സിഡന്റ് പറ്റി. നവംബറിലാണ് 1 കൊല്ലം കഴിഞ്ഞപ്പോ ആക്സിഡന്റ് പറ്റി. 2023 നവംബറിൽ 16-ാം തീയതി. അപ്പോ കൈ ഒടിഞ്ഞ്, പിന്നെ സ്പൈനൽ കോഡ് പൊട്ടിപ്പോയി. അപ്പൊ ഒരു 5-6 മാസത്തോളം ബെൽറ്റൊക്കെ ഇട്ട് കിടപ്പായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ആണ് ഞാൻ ഈ ഫാമിലി പാക്ക് 2.0 എന്ന് പറഞ്ഞ ചാനലിൽ തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ യൂട്യൂബില് ഞാൻ അധികം വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാത്രമാണ് നോക്കിയിരുന്നത്. യൂട്യൂബ് അധികം റീച്ച് ആയില്ല ആദ്യത്തെ ചാനലിൽ. ഇത് തുടങ്ങി പഴയ വീഡിയോസ് കുറച്ച് ഇട്ട് തുടങ്ങി. ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അത് വേറൊരു പ്രേക്ഷകരാണ്, മറ്റേ പ്രേക്ഷകരല്ല. അതായത് എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുള്ള പ്രേക്ഷകരായിരുന്നില്ല ഇത്. അപ്പൊ പുതിയ ആൾക്കാർ വന്ന് അങ്ങനെയാണ്. അത് ഇപ്പൊ ഒരു 7 മാസമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പൊ എല്ലാം 2 ആണല്ലേ? ഇപ്പൊ എല്ലാം 2.0. എന്റെ രണ്ടാമത്തെ അല്ല ഞാൻ ഇതെന്റെ രണ്ടാമത്തെ ചാനൽ. അത് രണ്ടാമത്തെ ഒരു വരവാണ്. അതുകൊണ്ട് 2.0 ആക്കി. അതാണ് അതിനകത്തൊരു ഓവർ. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാൻ മെട്രോയിലായിരുന്നു, സെക്യൂരിറ്റി സ്റ്റാഫായിരുന്നു. ഇപ്പൊ ഈ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം കമ്പനി മാറി, വേറെ കമ്പനി കോൺട്രാക്ട് ഏറ്റെടുത്തു. പഴയ കമ്പനി പോയ കാരണം പുതിയ കമ്പനി, അതിനകത്ത് എനിക്ക് ജോയിൻ ചെയ്യാനും പറ്റിയില്ല. അവിടെ ആൾ ഫില്ലായി. അങ്ങനത്തെ ഇതായിരുന്നു. ഇപ്പൊ വേറെ ഒന്നുമില്ല, ഇത് മാത്രം. വല്ലപ്പോഴും പോലെ ആഡ് കിട്ടിയാ അത് ചെയ്യും. അതിൽ നിന്നുള്ള വരുമാനം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോണ്. അമ്മച്ചി, എനിക്കാണ് ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. ഒന്നും ചോദിക്കാൻ കൂടെ തോന്നുന്നു. അങ്ങനെയല്ല, ആ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ. അമ്മച്ചി എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടും കേട്ടോണ്ടിരിക്കുന്നത്. പറ, എന്നോട് എന്തെങ്കിലും പറ. അറ്റ്ലീസ്റ്റ് ഞാൻ കാണാൻ സുന്ദരി എന്തെങ്കിലും പറ.
കാണാൻ സുന്ദരിയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ല എന്തെങ്കിലും ഒന്ന് ഡയലോഗ് വെച്ച് പറയിക്കാന്ന് വെച്ചതാ, വേറെ ഒന്നും പറയുന്നില്ല. ഞാനേ വണ്ടി ഇടിച്ചപ്പോ ആ കാര്യം ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. ആണോ? വണ്ടി ഇടിച്ചപ്പോ ഇതിന്റെ കിടപ്പും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ഞാൻ മീൻ കച്ചവടത്തിന് പോകും. അമ്മച്ചിക്ക് എന്താ ചുണങ്ങമ്പേലിലാണ് പോണത്, ആലുവ. ആലുവയിലോ? മീൻ കച്ചവടത്തിനോ? ഇപ്പൊ പോകുന്നുണ്ടോ? ആഴ്ചയിൽ 2 ദിവസം അമ്മയാണ് ഞങ്ങളെ നോക്കണത്. നോക്കണത്. വേറൊരു രസം എന്ന് പിന്നെ പറഞ്ഞാ എന്റെ മോനുണ്ട് മൂത്തവൻ, അവനും കുഴപ്പമില്ല, അവനും നോക്കൂട്ടാ. പിന്നെ അവനും എന്തെങ്കിലും കിട്ടുന്ന വെച്ച് ഞാനും നോക്കണം. ഇങ്ങനെയൊക്കെ പറയണേ. വരുമാനം നല്ലോണം ആയിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ. ആയി വരുന്നു പറയാം, ഇൻകം ചെറിയ തോതിലായി വരുന്നു. ഓക്കെ, അതല്ല ട്രൈ ചെയ്യും. ആൾക്കാര് ഇപ്പൊ അമ്മ കച്ചവടത്തിന് പോണു, ഇപ്പൊ മീനിന്റെ കച്ചവടം പോണു. അപ്പൊ കച്ചവടത്തിന് പോകുമ്പോ ചിലപ്പോ വഴിയിലൊക്കെ വെച്ചാണ് ഇപ്പൊ ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞു തുടങ്ങി. ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കുന്നത്, അങ്ങനെ ഭയങ്കര ഇതായി. എന്നായിട്ടൊന്നും എടുത്തിട്ടില്ല ആയിരിക്കും വേണ്ട. എന്താണ് നിൽക്കുമ്പോഴേ ആ ബാങ്ക് ജംഗ്ഷനിൽ നിൽക്കുമ്പോ സെൽഫി എടുക്കാൻ വെച്ച് വാന്നും പറഞ്ഞ് വിളിച്ച് എടുക്കും. അതാണ് പറയണത്. അപ്പൊ ആൾക്കാര് ചോദിക്കുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇത്രയും യൂട്യൂബില് ഇത്രയും സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇത്രയും വ്യൂ ഒക്കെ ഉള്ളവര് ഇതിന് കച്ചവടത്തിന് തന്നെ മീനിന്റെ എന്നോട് കച്ചവടത്തിന് ചോദിക്കണം. അങ്ങനെയാണ് എല്ലാവരും ചോദിക്കണത്. പൈസ കിട്ടണില്ല, അങ്ങനത്തെ ഒരു പൈസ കിട്ടണില്ലേ എന്നാണ് ചോദിക്കണത്. അങ്ങനെ കിട്ടണെങ്കിൽ ഞാൻ വയ്യാഴികയും വെച്ച് പോകും. എനിക്ക് എന്റെ മക്കളെ നോക്കണ്ടേ, അത് കാരണം ഞാൻ പോകും. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ല, യൂട്യൂബിൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല. മീൻസ് അങ്ങനെയല്ല, കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പോലെ ആളുകൾ കരുതുന്ന പോലെ. നമ്മുടെ ഈ അതായത് എന്നെ അറിയാവുന്നവരും പറയണത് ഭയങ്കര പൈസയാണല്ല. ഞങ്ങൾ പലതും കേൾക്കാണ്ട് ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. എന്തോരം പൈസ ഒരു കിട്ടുന്നത് അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞാനിതുവരെ എന്റെ ചാനലിലൂടെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടായി പോകുന്നത്. നമുക്ക് അതിന്റെ പറഞ്ഞു വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് അവര് എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ രീതിയിൽ അങ്ങ് പോവാ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്ന് സിനിമയിൽ എത്തണമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ മാറ്റി. കാരണം ഇപ്പൊ അമ്മക്ക് മനസ്സിലായാണ് അമ്മ അമ്മ വഴി വല്ലതും കിട്ടിയാ കിട്ടി, അങ്ങനെ ആയിപ്പോ. അമ്മ ഒരുപാട് പേരെ ഇങ്ങനെ ഇതുപോലെ റീൽസിലൊക്കെ കണ്ട് സിനിമയിലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് വിടാൻ ഒരെണ്ണം കഴിഞ്ഞ് ഒരു മൂവി കഴിഞ്ഞിരിക്കുകയാണ്. പ്രശാന്ത് മുരളി നായകനാകുന്ന ഒരു ഇറച്ചി എന്ന് പറഞ്ഞൊരു പടത്തിൽ അമ്മ ഞങ്ങ രണ്ടുപേരും ഉണ്ട്. അമ്മയും മോനുമായിട്ട് തന്നെയാണ് അതിനകത്തും. അപ്പൊ അത് എന്റെ ഈ ജൂലൈയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ എന്തോ കുറച്ച് കാരണത്താൽ നീങ്ങിയൊക്കെയാണ് അതിന്റെ റിലീസിംഗ് ഡേറ്റ്. അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ഒരു ഇതില്ല. അത് ഞാൻ പോയി, ഞങ്ങൾ പോയല്ല. ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഒരു ചെറിയൊരു റോള്, ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു നായകനെ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞ്. അമ്മ ഇപ്പൊ എവിടുന്ന അപ്പൊ മീൻ എടുക്കുന്നേ? പറവൂര് മാർക്കറ്റിൽ നിന്ന് എടുക്കും. പറവൂര് ഇവിടെ നിന്ന് രാവിലെ ഞാൻ 5:20 ഇവിടെ നിന്ന് പോകും. ഇവിടെ നിന്ന് ഒരു ഓട്ടോ ഉണ്ട്, കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ഓട്ടോയിന് പറവൂര്. ചെരുവത്തിലാണോ? ഈ ബിഷോപ്പർ ആയിട്ട് തൂക്കി പിടിച്ചാണ്, അത് കാരണം കൈ രണ്ടും പോയി കിടക്കും. അല്ലമ്മച്ചി, ചെരുവത്തിലാത്താണോ വിൽക്കുന്നത് അതോ ചരുവം ബിഷോപ്പറിന്റെ ഉള്ളിൽ വെക്കും. ആ വണ്ടിയിൽ കേറുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല, ചിലര് കേറ്റൂല തകലേന്ന്. അപ്പൊ അങ്ങനെ ബിഷോപ്പറിലാക്കിക്കൊണ്ടും 2 കൈയിലും പിടിച്ചു പോകും. പിന്നെ ഒരു ഇതുണ്ട്, ചിലരൊക്കെ ഈ മീനിന്റെ കച്ചവടം കഴിഞ്ഞു തന്നെയാണ്. ചിലത് നമ്മ ഇപ്പൊ ഈ ചില പെണ്ണുങ്ങളൊക്കെ എവിടെയൊക്കെ വെൽ ഡ്രസ്സിൽ പോണിരിക്കുള്ളൂ. നമുക്ക് സീറ്റിലാണ്ടാകുമ്പോ ചിലപ്പോ അവിടെ ചെന്നൊന്നും ഇരിക്കും. ഇരുന്നതിനും ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല ഈ മീനിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് പോകുമ്പോ. പക്ഷെ എനിക്ക് അവരെ കൊണ്ട് അവരുടെ മുമ്പിൽ അമ്മനെ ഒന്ന് പൊക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അന്ന് വന്നിരുന്ന ആളാണ് ഈ ഒരു വലിയ നെല്ലെത്തിയെന്ന് എനിക്ക് അതിന്റെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് മുകളിൽ ഒന്ന് സെറ്റ് ആവണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം, ഒരു സിനിമയൊക്കെ. പക്ഷെ എനിക്ക് അമ്മനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം, അതെന്റെ വേറൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തഗ്ഗും കാര്യങ്ങളൊക്കെ ഞാൻ അമ്മക്ക് കൊടുക്കും. കാരണം എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ സാധാരണ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കളെ രക്ഷപ്പെടാനാണ്. എനിക്കിത് എങ്ങനെയാലും അമ്മനെ എന്തുകൊണ്ട് അമ്മനെ അതല്ല അമ്മ ഒന്ന് രക്ഷപ്പെടണം. ഞങ്ങളുടെ നാട്ടില് വൈക്കത്തൂന്ന മീൻ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. അപ്പൊ തലയെ ചുമന്നോണ്ട് ആ ചെരുവം കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കൂടെ വരുന്നത്. ഇപ്പോഴാണല്ലോ ഇങ്ങനെ ആൾക്കാർ വഴിയിലിരുന്ന് വിൽക്കണതും തട്ടൊക്കെ വന്നതും. അപ്പൊ ഈ പെണ്ണുങ്ങളെ ബസ്സേ കയറാൻ സമ്മതിക്കത്തില്ല, മീൻ വിറ്റ് കഴിഞ്ഞിറങ്ങുമ്പോ സ്മെല്ല് കൊണ്ട്. പിന്നെ ഈ എന്താണ് ചെരുവം കൊണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ടാണ്. അമ്മ വീടുകളിലാണ് കയറുന്നത്, ഞാൻ വീടുകളിലാണ് പോണത് തലയിൽ വെച്ചിട്ട്.
തൂക്കി അത് പിടിക്കും. കഴിഞ്ഞ് കാലുവേനൊക്കെ വെച്ചാണ് ഞങ്ങൾ ഷൂട്ടിന് നിക്കണം. കാല് ഭയങ്കര വേദനയാണ് ഇപ്പൊ. ആ. പിന്നെ ഹോസ്പിറ്റലിൽ 20 പോയില്ലേ? കൊല്ലമായി ഞാൻ പോണതേ. 20 കൊല്ലമായി പോണ. ഹോസ്പിറ്റലിൽ പോണുണ്ട് ഇപ്പൊ ആയുർവേദം കാണിക്കുന്നത്. യൂറിക് മരുന്ന് കുടിക്കുകയും ചെയ്യും പോവുകയും ചെയ്യും. പോവുകയും ചെയ്യും. പിന്നെ ആഴ്ച ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം ചിലപ്പോ 3 ദിവസമൊക്കെ പോവുള്ളൂ. അല്ലാതെ എപ്പോഴും പോവാൻ പറ്റണില്ല. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ആഴ്ച എല്ലാ ദിവസവും പോവും. ഇപ്പൊ പറ്റണില്ല. പറ്റണില്ല. കാല് എത്ര വേദന. കൂട്ടം മീൻ എടുക്കും അമ്മേ? അത് കൂടുതലും പുഴ മീനൊക്കെ എടുക്കുള്ളൂ. ഞണ്ട്, ജീവനുള്ള ഞണ്ടില്ലേ, അത്, ചെമ്മീൻ, കക്കിറച്ചി, പിന്നെ പുഴ മീനൊക്കെ എടുക്കും. കരിമീൻ അങ്ങനെയുള്ളതൊക്കെ എടുക്കും. കൈയളവാണല്ലേ? അത് എനിക്കിത് അമ്മ പറയുമ്പോഴല്ലേ എന്റെ ചെറുപ്പം ഓർമ്മ വരുന്നത്. കൈയളവിനാ ചേച്ചി തൂക്കി തരുന്നത്. തൂക്കിയാ കൊടുക്കുള്ളൂ. തൂക്കമുണ്ട് എങ്കിൽ കൂടി അവർക്കൊരു കൈയളവുണ്ട്. അവരുടെ കൈയളവിൽ അത് കറക്റ്റാ. കറക്റ്റാണത്. അവരത് പിടിച്ചിട്ടാല് അത് കറക്റ്റാ. കറക്റ്റാണ്. ഒരു ചേച്ചി പറയുക അല്ലെങ്കിൽ 10 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ 10 രൂപ എന്നൊക്കെ അന്ന് അങ്ങനെയായിരുന്നു. 10 രൂപ 20 രൂപ ഇപ്പോഴാണ് കൂടിയത്. അമ്മ അത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എന്റെ ചെറുപ്പകാലമൊക്കെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഉണക്കമീനും കൊണ്ടുപോകും. ഉണക്ക ചെമ്മീൻ ഞാൻ ഉണക്കും. ഉണക്കോ? അപ്പൊ മോനാണോ ഈ വഞ്ചി വെച്ചേക്കുന്നത്? ചേട്ടൻ രാത്രി വിളക്ക് കാണിക്കണ പുഴയിൽ പോയിട്ട് മീൻ പിടിക്കണ പരിപാടി. ഞണ്ടൊക്കെ കിട്ടും. 5-6 കിലോ ഞണ്ടൊക്കെ കിട്ടിയിരുന്നു. ഞണ്ട്, കരിമീൻ 5-6 കിലോ ഒക്കെ കിട്ടും. ഈ ക്യാമറ ഇല്ലെങ്കിൽ പറയാന്ന് പോകാൻ നേരത്തെ ഉണ്ടെങ്കിൽ എല്ലാം വണ്ടിയൊക്കെ ഞണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ വായിക്കൂടെ നല്ലോണം കിട്ടിയിരുന്നട്ടാ. കുറച്ചാളായി നമ്മൾ ഞണ്ട് കണ്ടിട്ട് കുറയല്ലേ. ഇപ്പൊ അത് നെയ്യ് കൊടുത്തു വെച്ചേക്കാണ്. പോയിട്ടില്ല. പുഴയിലൊക്കെ പാവലല്ലേ? അത് പാവലല്ലേ? പോയിട്ടില്ല. നിങ്ങൾ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്നു. പുഴയില് പായലി. പാവലെന്നല്ല പറയണത്, പായലെന്നാണ് പറയണത്. ഞാൻ പാവല് പുഴയില് ഇവിടുന്ന പാവല് വരുന്നേ. പാവലെന്നാ പറഞ്ഞ. അല്ലേ പാവലെന്നല്ലേ പറഞ്ഞേ? അതാ ഞാൻ പാവലെന്നും പറയും ഇവിടെയൊക്കെ. അതെ, മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പായലെന്ന് പറഞ്ഞത്. അതാണ് പാവല് വന്നപ്പോ ഞാൻ എങ്ങനെ പാവലെന്നാ ഞാൻ കുറെ നേരമായിട്ട് ചിന്തി. അതാ ഞാൻ പറഞ്ഞേ ഇനി പറഞ്ഞേക്കാം. നമ്മളിനി എല്ലാം മനസ്സിലായി. ഇന്നും തലകുലിക്കേണ്ട കാര്യമില്ലല്ലോ. ഇയാളുടെ വീട് ഇവിടെ അടുത്താണോ? എന്റെ വീട് ഇത്തിരി നടന്നു പോവാൻ. നടന്നിങ്ങി വന്നതാണോ? ചേട്ടന്റെ അനിയന്റെയും അതെ, രണ്ടുപേരുടെയും വീട് അടുത്താണ്. നടത്തിക്കൊണ്ട് വന്നതാണോ? പിന്നെ ചേട്ടൻ അറേഞ്ച് മാരേജ്, ഇത് ലവ് മാരേജ് ആണ്. ഇന്റർകാസ്റ്റ് ആണ്. അത് ഇതുവരെ വീഡിയോ വഴി അറിയിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ആണ്. വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഇത് ഞാൻ ഒരു നാടകം, അതായത് നാടകം കളിക്കാൻ പോയതാണ്. ആളുടെ അപ്പൻ ഡാഡി നാടകമൊക്കെ അവിടെ ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇതായത് പുള്ളി നാടകം വീട്ടിൽ സെറ്റ് ചെയ്താണ് പള്ളി കളിക്കാനായിട്ട്. അപ്പൊ നാടകം കളിച്ച് അവസാനം ഇത് ഇവിടെ എത്തി. അപ്പൊ അങ്ങനെ വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നെ കുറച്ച് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ കരഞ്ഞു പിടിഞ്ഞൊക്കെ സമ്മതിച്ചു. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓക്കെ ഇരിക്കുമല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് വരടാന്ന് പിന്നല്ലാണ്ട് എന്തായാലും ഇഷ്ടമാണ്. പിന്നെ നമ്മ എതിര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊരു അറേഞ്ച് മാരേജ് ആണെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കട്ടെ. ഇത്ര നാളും വളർത്തിയതല്ലേ. അപ്പൊ നമ്മ ഒരു ഇത് 8 വർഷത്തോളം 5-8 വർഷമായി. 8 വർഷത്തോടെ നിന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ചെറുതിലെ കളിച്ച നാടകമാണ്. അഭിനയത്തിനുള്ള ഹരം കൊണ്ടാണ് അവിടെ കയറിയത്. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല അതുകൊണ്ട് ഇപ്പൊ എന്നെ അഭിനയിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരെ തപ്പുണ്ടല്ലോ. ആളുണ്ട് ഇവിടെ, കുഴപ്പമില്ല നമുക്ക്. എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ അഭിനയിക്കാൻ. ചീത്ത പറഞ്ഞൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. ചീത്ത പറഞ്ഞാണല്ലേ? കഴിഞ്ഞ ദിവസം മറ്റേ തേങ്ങയുടെ ഒരു സീനില്ലേ, അമ്മ എന്തിയാ പറയുന്നത്? സേതുരാമരല്ലോ, ബൽറാം കളിക്കുന്നത്. ആ സീനിൽ ഇങ്ങനെ മോഹം വല്ലാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. വെറുതെ വിടൂല, റെസ്റ്റ് എടുക്കാൻ വിടൂല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, മോഹം വല്ലാണ്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്ന്. നിങ്ങളെയൊക്കെ സ്ഥിരം കാണുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഇല്ലേ 2.0 വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നു. അന്ന് മെട്രോയിൽ ഡ്യൂട്ടി നടക്കാണ് ഞാൻ മെസ്സേജ് കണ്ടത്. അതാണ് ഞാൻ അന്നേരം ഡ്യൂട്ടിയിലാണ്. ഞാൻ പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവിടെ. കാരണം പ്ലാറ്റ്ഫോമിലൊക്കെ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് അവിടെ നിന്ന് ക്യാമറ ചെക്ക് ചെയ്യാൻ പണിയാണത്. അതാണ് ഞാൻ വന്നിട്ട് പറയാതെ പറഞ്ഞത്. അപ്പൊ അന്ന് പോലെ ഞാൻ അമ്മേനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത്? ലൈക്ക് എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ഡെയിലി ഇപ്പൊ നമ്മള് ചിലവരുണ്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ സാധനങ്ങൾ എഴുതി വെച്ചേക്കും. ആ സാധനം പടി അവര് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാണും.
അങ്ങനെയാണോ? ഇത് ഞാനിങ്ങനെ ചിലതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചെടുക്കും. ചിലത് ഞാൻ പറഞ്ഞു കൊടുക്കും. അതന്നെ പോരട്ടെ. അത് ആള് പറഞ്ഞുതരും, ഒരു 2 വരി പറഞ്ഞു തരുന്നുണ്ട്, ബാക്കി എന്തെങ്കിലും ചെയ്തോളാൻ പറയും. കണ്ടുപിടിക്കാം. ബാക്കി മൊത്തം ഞാൻ കണക്ട് ചെയ്യണം. പക്ഷെ അത് എനിക്ക് ഒരു 19 മണ്ടത്തരം പറഞ്ഞാലാണ് അതിനകത്ത് ഒരു മണ്ടത്തരം ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കുമ്പോ പിന്നെ ഇവിടെയൊക്കെ ആരെങ്കിലും കൂടി ഇങ്ങനെ ഇടവഴി കഴിയുമ്പോ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും. അതിൽ നിന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കും, അതിൽ നിന്നൊരു കഥ ഡെവലപ്പ് ചെയ്തെടുത്ത് അങ്ങനെയാണ് സെറ്റ് ആക്കും. അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെക്കും. സ്ക്രിപ്റ്റ് വേറെ ഒന്നല്ല, ഞാൻ എഴുതി കഴിഞ്ഞ് കാക്ക ചിക്കിയ പോലെ ഇരിക്കും. അതന്നെ. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതും. സ്ക്രിപ്റ്റൊക്കെ എഴുതാറുണ്ട്. അല്ല അല്ല, അത് പറഞ്ഞു തരും, ഞാൻ ഞാൻ ഇതല്ല. എഴുതും. എന്നിട്ട് അമ്മയ്ക്ക് 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 അന്നേരം മാത്രമേ ചെയ്യണേനും തൊട്ട് മുമ്പ് അറിഞ്ഞൂടാ, അമ്മനോട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അമ്മയ്ക്ക് എന്നൊക്കെ പണി അമ്മേ, രാവിലെ എണീക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പൊ മരുമോൾ ഇങ്ങനെയും കൂടി ഇരിക്കല്ലേ. എല്ലാം ചെയ്യാം. രണ്ടുപേരും ഇങ്ങനെയല്ല, എനിക്ക് നല്ല പണിയാണ്, വിശ്രമമില്ലാത്ത പണിയാണ്. ഫുള്ള് റിക്കവർ ആയില്ല. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുമ്പോ ഇപ്പൊ ഒരു 10-20 കിലോമീറ്റർ ഒക്കെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഓടിക്കുകയാണെങ്കിൽ പിന്നെ വേദന വരില്ല. അതിപ്പോഴും മാറിയിട്ടില്ല. തിരിയൂല ഇത്തിരി നോട്ടൊക്കെ പേശ കാണാം. അത് വീഡിയോയില് ഞാൻ ചില നടത്തോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിലർക്ക് മനസ്സിലാവും. ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല വ്യക്തമായിട്ട്. ഒരു ഇപ്പോഴും വേദന ഉണ്ട്, ഈ 2 സൈഡിലും ഒരു വേദന വരും. ഇതായതുകൊണ്ട് ഭയങ്കര റെസ്റ്റ് വേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ജോലിക്ക് പോകണ്ടാന്ന് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കണം. കുറച്ച് റെസ്റ്റ്, സ്പൈനൽ കോഡ് അല്ലേ. ജോലി കഴിഞ്ഞ അവിടെ ജോലി ഇല്ല, ഇനി ഇതും കൊണ്ടാണ് ജോലിയൊക്കെ രക്ഷപ്പെടുമോ നോക്കണം. ഒക്കെ രക്ഷപ്പെടൂന്നേ. നമ്മള് ഇതിലും കഷ്ടപ്പാട്ടിന്ന് വന്നിട്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നിക്കണം. പിന്നെ അപ്പൊ പിന്നെ ഇതൊക്കെ ഇനി എന്നാ. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ സൗബിക്ക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലാണ് സൗബിക്ക മെസ്സേജ് അയച്ചിരുന്നു. അമ്മനെ പറ്റി ചോദിച്ച് വീഡിയോ കാണുന്നുണ്ട്, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫോളോ പിടിച്ചു തൂങ്ങിയാണ് നിൽക്കണം. സൗബിക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വിഷ്ണുണ്ണികൃഷ്ണൻ ഫോളോ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒറ്റ ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ചാൻസ് ശരിക്കിട്ടില്ല കുഴപ്പമില്ല. ഞാൻ നേരത്തെ ചാൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിനൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ മെസ്സേജ് പോകും. കിട്ടിയ സമയത്ത് തന്നെ ചാൻസ് ചോദിച്ചോളാം. സമയം നിർത്തില്ല. അമ്മയ്ക്ക് ഇനി ഒരു നല്ല സിനിമ നല്ല സിനിമ മനോരമയിലൊക്കെ വിളിച്ച് എന്നിട്ട് പോയില്ലേ? ഞാനൊരു എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബമ്പർച്ചിയുടെ തുടക്കത്തിൽ പോയിട്ടുണ്ടായിരുന്നു, 6ാമത്തെ എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ടുണ്ടായി. അത് പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യണം, നമ്മളിവിടുത്തെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കാർത്തി സൂര്യ ഒക്കെ. അപ്പൊ അതിന്റെ കമ്പനി ഉണ്ട് അവിടെ. അപ്പൊ എന്നെ അവിടെ വിനു എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, പുള്ളി വിളിച്ച് കോണ്ടാക്ട് ചെയ്ത്. പുതിയ പ്രൊഡ്യൂസറാണ്, ഈ സെക്കൻഡ് തുടങ്ങിയല്ല. അപ്പൊ പുതിയ പ്രൊഡ്യൂസർക്ക് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അമ്മടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവരോട് കാണണമെങ്കിൽ നമുക്ക് ഒരുമിച്ച്, അതായത് ഡയലോഗ് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണ ആ ഡയലോഗ് സ്പോട്ടിൽ പറയും. ആൾക്ക് മെമ്മറിയിൽ അധികം നിൽക്കണില്ല, അപ്പൊ മറന്നു പോകും. ഞാൻ ഡയലോഗ് പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞ ആക്ഷൻ പറയുമ്പോ എടാ എന്തുവാണ് ഞാൻ ചെയ്യുന്നത്, അതിനെ ഫസ്റ്റ് ആരാണ് ഇത്ര നാളെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഈ ത്രൂ ഔട്ടായിട്ടൊരു 3-4 മിനിറ്റ് ഒക്കെ സ്കിറ്റ് കളിക്കല് ഇത്തിരി പണിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഇനിയിപ്പോ നടപടി ആവൂല. അതുകൊണ്ടാണ് അമ്മച്ചി പോകാത്തെ. ചിലപ്പോ ഞാൻ മറന്നു പോകും. അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ അത്. കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തി പഠിപ്പിക്കവര്, നല്ല ഗ്രൂമിങ് ഒക്കെ ഗ്രൂമിങ് പക്കണവര്. പക്ഷെ അമ്മ വെറുതെ അമ്മയുടെ മനസ്സിൽ വേറെ ചിന്തകളായിരിക്കുള്ളൂ. കച്ചവടത്തിനോട് ഇരിക്കുള്ളൂ. ദൈവം ഇന്ന് മറ്റേ പുള്ളിക്കാരൻ മീൻ ചോദിച്ചിട്ടുണ്ട്, അതിന് കൊടുക്കണുണ്ടോ അതെനിക്ക് മനസ്സിലായി. കുറച്ച് ഇന്റർവ്യൂ എടുത്തു ഇങ്ങനെ പോയിരിക്കും, അത് പറഞ്ഞിട്ടില്ലേ മകൻ ആക്സിഡന്റ് വന്ന കാര്യം ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. പല സ്ഥലത്തോട്ട് പല ചിന്തിക്കുന്നത്. കുമാരിയമ്മയുടെ വീട് എവിടെയാ? എന്റെ വീട് അയ്യമ്പള്ളി, പുഴുപ്പുള്ളി, എടവനക്കാട്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ പോവും? ഫെറി ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഈ വഴിയും പോകാം. ഈ വഴി നല്ല ദൂരം അല്ലേ? ഈ വഴി ദൂരമാണ്. ഫെറി ഇറങ്ങുമ്പോ വേഗം എത്തും. അമ്മച്ചിയുടെ വീട്ടിലിപ്പോ എല്ലാരും ഇതൊക്കെ കാണാറുണ്ടോ? പിന്നെ നിനക്ക് ഇതെങ്ങനെ പറ്റിയെന്നാണ് പറ്റിയെന്നോ നിനക്ക് എന്ത് പറ്റിയെന്നാണോ? ഒരാളോട് മര്യാദ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായില്ല വീട്ടിൽ വെച്ച്. പിന്നെ വീട്ടിലെ വർത്താനം പറയും, ചിരിക്കും, തമാശയൊക്കെ പറയും, അല്ലാതെ ഈ വകയുള്ള ഇതൊന്നുമില്ല. അവിടുന്ന് പാല് കുടിക്കുന്ന പൂച്ചയായിട്ട് വന്ന് ഇവിടുന്ന് സിംഹമായിട്ട് അവിടെ ചെല്ലുമ്പോ അവര് അമ്മച്ചി റോളൊക്കെ ചെയ്യുന്ന അസാധ്യമായിട്ടാ, നല്ല അടിപൊളിയായിട്ടാ അമ്മച്ചി ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ദേഷ്യപ്പെടണം എങ്ങനെയാണ്
ചില നേരത്തൊക്കെ എപ്പോഴും ഇല്ല, ചില നേരത്തെ എന്റെ എന്തെങ്കിലും കുറിപ്പുകൾ കാണുമ്പോൾ അങ്ങനെ ദേഷ്യപ്പെടണ എങ്ങനെയാണ്? ദേഷ്യപ്പെടൊന്നുമില്ല, അമ്മ തമാശക്കെ പറയാറുള്ളൂ. അത് തന്നെ ഇത് തന്നെ ക്യാമറയിൽ കിട്ടിയാൽ തിരിച്ചാർക്കുള്ള ദേഷ്യപ്പെടണം. അത് എനിക്ക് അന്നേരത്തെ ഡയറക്ടറെ തൊപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാണ്ടാവും. ഷൂട്ടിന്റെ ഇടയിൽ തല്ലുപിടിക്കണ്ട, ഞങ്ങൾ മൂന്ന് വഴിക്കും. പിന്നെ അവരുള്ള ഒരു 5 ഞാനും എന്റെ മോളും കൂടെ ഒരു കൈയാണ്. ഞങ്ങൾ എല്ലാരും കൂടെ എന്നാ ഇപ്പഴേ നോക്കിയ രണ്ടാള് തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തിയതുകൊണ്ട് ഇപ്പൊ കണ്ടെന്നെ കുറ്റി ഇപ്പൊ അമ്മച്ചി വീഡിയോ എടുക്കാൻ നേരത്ത് ഇത്രയും ഇപ്പൊ സെല്ലോഡില് പോകുന്നുണ്ട്, അവിടെ എങ്ങനെയാ എടുക്കുന്ന വീഡിയോ? അവിടെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അവര് ഷാനുക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയും. ഇവൻ അങ്ങനെയല്ല, ഇവന് വേണമെങ്കിൽ ഒരു 5-8 പ്രാവശ്യം എടുക്കും. ചട്ടിക്ക് അടിക്കണം അമ്മ. ഞങ്ങൾ എടുക്കുമ്പോ അമ്മ പറയും ഷാനു ഒക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം കഴിയുമ്പോഴേക്കും കുഴപ്പമില്ലെന്ന് പറയും. ഇങ്ങനൊക്കെ പറ്റാത്തതെന്ന് പറയും. പിന്നെ സിനിമയിൽ തന്നെ പോയിട്ട് രണ്ടാമത്തെ ആദ്യത്തില് ഓക്കെ ആയി, പിന്നെ ഒരു ഡയലോഗ് തെറ്റിച്ചാരണം അവര് രണ്ടാമത് എടുത്തു, അതില് ഓക്കെ. പിന്നെ ഇവൻ മാത്രം ഇങ്ങനെ ഇവൻ അമ്മ അതൊരു അമ്മ അതിങ്ങനെ അപ്പൊ ഞാൻ കൊറേ പറയാറുണ്ട്, അതിങ്ങനെ നമ്മ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടണം. ചിലപ്പോ ആദ്യം ഷോട്ട് ഓക്കെ ആയിരിക്കുള്ളൂ, പക്ഷെ എന്നാലും എനിക്ക് തൃപ്തി വരില്ല. കേട്ടാ, എടുത്തോണ്ടിരിക്കും. ആദ്യം എടുത്തത് ഓക്കെ ആയിരിക്കും, ഒന്നും കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നും കൂടെ അമ്മ ഇതൊന്നും നീ കൂലി മേടിച്ചിട്ട് മനയാ മതി. ഞാൻ പറഞ്ഞു സാലറി എന്നാലേ ഞാൻ എന്നോട് സാലറി ഇനിയിപ്പം കണ്ടന്റുകളൊക്കെ ഇനി വരികയല്ലേ, കണ്ടന്റ് അല്ലേ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഫാമിലി ബ്ലോഗ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒരു 1 ലക്ഷം ആവാറായി യൂട്യൂബില്. അപ്പോ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഇത് ചെയ്യണം. എന്താണ് ഹോം ടൂർ ആരും ചെയ്യാത്ത, ഇതുവരെ ചെയ്യാത്ത ചെയ്യണം. അപ്പൊ ഇനിയിപ്പോ അമ്മച്ചി ഇനിയിപ്പോ അടുത്ത വീണ്ടും തിരക്കാണല്ലോ അമ്മച്ചി, ഒരു 2-3-4-5 മാസം കൂടെ കഴിയുമ്പോ ഇനിയിപ്പോ അഭിനയിക്കാനൊന്നും തീരെ സമയം ഉണ്ടാവില്ലല്ലോ. ഒന്നിന് വരെ 2 അപ്പൊ കട്ടക്ക് തിരക്കും. 3 പേര് വരുമല്ല, മറ്റേ ചേച്ചിയുടെ നീ എന്നാ വേണം, ആള് കൂടും വീഡിയോയിലെ ആള് കൂടും. കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതണമെങ്കിൽ വേറെ ആൾക്കാരെ. എന്തായാലും അമ്മച്ചി എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തേത് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അന്ന് അധികം ഫോളോവേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇന്റർവ്യൂ ചോദിച്ചത്. നിങ്ങളന്ന് 15 അത്രേ ഉള്ളൂ. ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ ഇഷ്ടമായിരുന്നു, ഞാൻ എല്ലാം കാണുമായിരുന്നു, കംപ്ലീറ്റ് ഞാനിരുന്ന് കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാം ഒന്നും ഞാൻ കാണാറില്ല, ഇഷ്ടപ്പെട്ടവരെ ഞാൻ കാണാറുമുണ്ട്. ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല, മേ ബി ഞാനിത് എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് കളയുമായിരിക്കും, അറിയില്ല. പക്ഷെ എനിക്കറിയില്ല അവരെങ്ങനെയാ നമ്മളെ വിടുന്നതെന്ന്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അമ്മയെ കാണാൻ വേണ്ടി വന്നത്. ഓക്കെ, അതായത് സന്തോഷം. അയ്യോ എനിക്കും ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ നിങ്ങളുടെ അഭിനയമൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് പോട്ടെ. ലൈഫില് ഇത്രയൊക്കെ ആയില്ലേ, റെഡി ആവൂന്നേ കേട്ടോ. ആ ഒരു പ്രതീക്ഷിക്കണ്ട, സെറ്റ് ആവും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല എല്ലാം കൊണ്ട് വരുന്നുണ്ടല്ലോ. വെറുതെ ആണെങ്കിൽ പോലും 2.0 എന്നല്ലെങ്കിൽ എന്നിടാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ലൈഫിലേക്ക് പിന്നീട് ഒരു ട്രെയിനിങ് ആയി മാറിയില്ലേ, അതുപോലെ എല്ലാം വരും കേട്ടോ. കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടല്ലോ, അപ്പൊ വരും കേട്ടോ അമ്മച്ചി. ഞാൻ ഈ കച്ചവടം കഴിഞ്ഞ് വന്നാലും ഇവൻ വിളിക്കുമ്പോ ഷൂട്ടിന് നിക്കണ എന്താണെന്ന കാലുവേദന ഉണ്ടെങ്കിലും ഇവൻ വേറെ പണിക്കൊന്നും പോണില്ല. പിന്നെ കൊച്ചാണ് ഇങ്ങനെ ഇരിക്കണം, അപ്പൊ വേറൊരു വരുമാനവും ഇല്ല. എന്തെങ്കിലും കിട്ടണേ കിട്ടിക്കോട്ടെ, എനിക്ക് വയ്യെങ്കിലും ഞാൻ നിക്കണതാണ്. അത് അമ്മച്ചിയുടെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇതൊക്കെ റെഡിയാവും. ഓക്കെ, പണി പ്രത്യേകിച്ചൊന്നും ഇല്ലട്ടോ. ഹെൽമെറ്റ് വെച്ച് സ്ഥിരം വെയിറ്റ് എടുക്കാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും? ഇല്ല, എല്ലാം റെഡിയാവും. അതല്ല ഞാനും ഈ ഇപ്പൊ കാലുവേദനയും വെച്ചുണ്ടാണെങ്കിലും കച്ചവടത്തിന് പോണ കാര്യം അത് തന്നെ. പക്ഷെ ഇതൊന്നും അല്ല, വീഡിയോയിൽ വരുമ്പോ നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ പ്ലേ ചെയ്യണം അല്ലേ, നമുക്ക് ഫീൽ ചെയ്യും. കാല് വയ്യാത്തോണ്ടാണ് മറ്റേല് എല്ലാവരും പറയും ഈ വർത്താനം അല്ലല്ല വീഡിയോയില് എന്ന് പറയും. അല്ല ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചിട്ട് ഇരിക്കട്ടെ എവിടെയെങ്കിലും പോയിരുന്നു, അപ്പൊ തന്നെ ഇരുന്ന് ഞാൻ അപ്പൊ തന്നെ ഇരുന്ന് അപ്പൊ തന്നെ ഇരുന്ന് പിന്നെ അടുത്തെടുക്കാം. അതാണ് ഇവിടെ നടക്കുന്നത്, ആൾക്ക് പുറത്ത് കാണിക്കൂല അത്. എന്നാലും അമ്മച്ചി സന്തോഷം. നിങ്ങളുടെ സമയം ഞാൻ അധികം എടുക്കുന്നില്ല. കുറച്ചു നേരം ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയോട് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. താങ്ക് യു.